നമസ്കാരം. വേദനയോടെയാണ് ഞാൻ ഈ ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മതമൈത്രിക്ക് പേര് കേട്ടിരുന്ന നമ്മുടെ കൊച്ചു കേരളം വർഗീയതയുടെ മതവിദ്വേഷത്തിന്റെയും ഭൂമികയായിട്ട് മാറുകയാണ്. ശരവേഗത്തിലാണ് സാമുദായിക ധ്രുവീകരണത്തിന്റെയും മതസ്പർദ്ധയുടെയും വിത്തുകൾ നമ്മുടെ മണ്ണിലും രൂഢമൂലമാകുന്നത്. എന്തു വില കൊടുത്ത് നാം ഈ അപകടം ചെറുത്തേ മതിയാകും. നമ്മുടെ നാടിന്റെ മാനവികതയും സമഭാവനയും മതനിരപേക്ഷതയും നാം തകർക്കാൻ അനുവദിക്കരുത്. നാം അഭിമാനിച്ചിരുന്ന മതമൈത്രിയുടെ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പങ്കുവയ്ക്കും. ഞാൻ പഠിച്ചത് ചങ്ങനാശ്ശേരിയിലായിരുന്നു. പഠിക്കുന്ന കാലത്ത് അത് വളരെ പ്രശസ്തമായ ഒരു ബസ് സർവീസ് ആയിരുന്നു സെയിന്റ് ജോർജ് മോട്ടോഴ്സ്. പിന്നീടാണ് അതിന്റെ അല്പം ചരിത്രം ഞാൻ അറിയുന്നത്. ചങ്ങനാശ്ശേരിക്കാരായിരുന്ന വർമ്മ സാറും റാവുത്തർ സാഹിബും ചേർന്ന് നടത്തിയ ഒരു വ്യവസായമായിരുന്നു സെന്റ് ജോർജ് മോട്ടോഴ്സ്. ഒരമ്മയ്ക്ക് പിറന്ന 2 മക്കളായിരുന്നില്ല എങ്കിലും അങ്ങനെയാണ് അവർ ജീവിച്ചത്. ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയാൽ 2 ചായ അവർ വാങ്ങില്ലായിരുന്നു. ഒരു ചായ വാങ്ങി പകുത്ത് കഴിക്കുന്ന ശീലമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ ചങ്ങാതിമാർക്ക്. അവരൊരുമിച്ച് ആരംഭിച്ച ആ ബിസിനസ്സിന് അവർ പേരിട്ടത് സെന്റ് ജോർജ് മോട്ടോഴ്സ്. അതാണ് നമ്മുടെ കേരളം. അങ്ങനെ ആകാവൂ നമ്മുടെ കേരളം. പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ തന്റെ അനുഭവക്കുറിപ്പുകൾ ഒരു പുസ്തക രൂപത്തിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജീവിതമെന്ന മഹാത്ഭുതമെന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിന്റെ ആദ്യത്തെ അധ്യായത്തിൽ ബഷീർ എന്ന് പറയുന്ന തന്റെ ഒരു പേഷ്യന്റിനെ പരിചയപ്പെടുത്തുന്നു. ലുക്കീമിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ബഷീർ തന്റെ ജീവിതാവസാനം അടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ജീവനതുല്യം സ്നേഹിച്ച ഡോക്ടർ ഗംഗാധരന് ഒരു സമ്മാനം കൊടുക്കുവാൻ തീരുമാനിക്കുന്നു. ആ സമ്മാനം വാങ്ങി അത് പാക്ക് ചെയ്ത് അതുമായിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന ബഷീർ ഡോക്ടറോട് പറയുന്നു, ഞാൻ ഇനി അധികം നാൾ ജീവിച്ചിരിക്കില്ല. ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന അങ്ങയ്ക്ക് ഒരു സമ്മാനം തരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഇത് സ്വീകരിക്കണം. അങ്ങയുടെ സ്വീകരണ മുറിയിൽ അലമാരിയിൽ ഇത് വയ്ക്കണം. ഇത് കാണുമ്പോഴൊക്കെ അങ്ങ് എന്നെ ഓർത്തൊരു വാക്ക് പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞ് ബഷീർ ആ സമ്മാനപ്പൊതി ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം അത് അഴിച്ചു നോക്കിയപ്പോൾ മനോഹരമായ ഗുരുവായൂരപ്പന്റെ ഒരു വർണ്ണചിത്രം. അതാണ് നമ്മുടെ കേരളം. അങ്ങനെയാകാവൂ നമ്മുടെ കേരളം. എന്റെ പ്രിയ സുഹൃത്തും കേരളത്തിലെ പ്രശസ്തനായ ഫിൽം മേക്കറുമായ ബാബു തിരുവല്ല സാറ് സംവിധാനം ചെയ്ത നാഷണൽ അവാർഡൊക്കെ ലഭിച്ച തനിച്ചല്ല ഞാൻ എന്ന സിനിമയുടെ ഇതിവൃത്തം ഒരു യഥാർത്ഥ ജീവിത കഥയാണ്. ചെല്ലമ്മ അന്തർജനം എന്ന് പറയുന്ന ഒരു മുത്തശ്ശി ഉറ്റവരാലും വീട്ടുകാരാലും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് തനിച്ചായപ്പോൾ നൈരാശ്യം കൊണ്ട് ജീവിതം ഒടുക്കുവാൻ തീരുമാനിച്ച ആത്മഹത്യക്ക് റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മരണത്തിന് മുഖത്ത് നിന്ന് റസിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ ചെല്ലമ്മ അന്തർജനം എന്ന മുത്തശ്ശിയെ രക്ഷിക്കുകയും തന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാ എതിർപ്പുകളെയും വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ട് സ്വന്തം അമ്മയെപ്പോലെ ആ ചെല്ലമ്മ അന്തർജനത്തെ പിന്നീട് നോക്കുകയും ചെയ്യുന്ന കഥയാണ് തനിച്ചല്ല ഞാൻ എന്ന സിനിമയുടെ ഇതിവൃത്തം. അതാണ് നമ്മുടെ സംസ്കാരം. അങ്ങനെയാകാവൂ നമ്മുടെ സംസ്കാരം. കേരളം ആദരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് ചിറമേലച്ചൻ തന്റെ വൃക്കകളിൽ ഒന്ന് സമ്മാനിച്ചത് ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. ജാതി മതമൊന്നും നോക്കിയല്ല ആ വൃക്കദാനം അദ്ദേഹം നിർവഹിച്ചു. യാക്കോബായ സഭയിലെ എന്റെ സഭയിലെ എന്റെ വൈദിക സഹോദരങ്ങളിൽ ഒരാളായ ഷിബു കുറ്റിപ്പറിച്ചലച്ചൻ അദ്ദേഹവും തന്റെ കിഡ്നി ഒരെണ്ണം സംഭാവന ചെയ്തത് വയനാട്ടിലെ ഒരു മുസ്ലിം സഹോദരിക്കാണ്. അതാണ് നമ്മുടെ കേരളീയ സംസ്കാരം. നമ്മുടെ അഭിമാനമായ യൂസഫ് അലി സാറ് അടുത്ത കാലത്ത് അബുദാബിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മരണം കാത്തു കഴിഞ്ഞിരുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് വർഗീയവാദികളൊന്നും കാണുന്നില്ലേ? നമ്മുടെ സംസ്കാരം അതാണ്. അത് നാം നഷ്ടപ്പെടുത്തരുത്. എന്റെ രക്ഷകനായി ഞാൻ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് മാതൃഭാഷയായ മലയാളത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും ഹൃദയസ്പർശിയായ ഹൃദ്യമായ ജീവചരിത്ര പുസ്തകം KP കേശവമേനോൻ എഴുതിയ യേശുദേവൻ എന്ന പുസ്തകമാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് മലയാളികൾ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ രചിച്ചത് ഒരുപക്ഷെ യൂസഫ് അലി കച്ചേരിയാവും. ഹിന്ദുമതത്തിന്റെ പഠിപ്പിക്കലുകളെക്കുറിച്ചും അമ്മ എന്ന ആ വലിയ വികാരത്തെക്കുറിച്ചും
നമ്മുടെയൊക്കെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ, ഉള്ളുലയ്ക്കുന്ന രീതിയിൽ ഘനഗംഭീരമായി നമ്മോട് സംവേദിച്ചത്, ഏറ്റവും ആകർഷണീയമായി നമ്മോട് സംവേദിച്ചത് സമദാനി സാഹിബല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള അനശ്വരമായ അദ്വൈത ദർശനം നമുക്ക് സമ്മാനിച്ച ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എത്രയോ പ്രബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ പ്രബന്ധങ്ങളിൽ ഒന്നാണ് ഇന്ന് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത രചിച്ച പുസ്തകം എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതാണ് നമ്മുടെ സംസ്കാരം. അത് നാം കൈവിടരുത്. എല്ലാ മതങ്ങളെയും സ്നേഹിച്ച് മതമൈത്രിയുടെ അംബാസഡറായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ച് എല്ലാ മതസ്ഥരുടെയും മതമില്ലാത്തവരുടെയും പൊതുസ്വത്തായി നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്ത് ഈ ലോകത്ത് അടുത്ത കാലത്ത് കടന്നുപോയ മാർ ക്രിസോസ്റ്റം വലിയ തിരുമേനിയുടെ നാടാണ് മതമൈത്രിയുടെ ഈ കൊച്ചു കേരളം. അത് നമ്മളായി നഷ്ടപ്പെടുത്തരുത്. വാവരുസ്വാമിയെ വണങ്ങിയിട്ട് ശബരിമലയിലേക്ക് പോകുന്ന വിശ്വാസികളുടെ നാടാണിത്. അതാണ് നമ്മുടെ കേരളം. അങ്ങനെ ആകാവൂ ഇനിയും നമ്മുടെ കേരളം. ഉദാഹരണങ്ങൾ ഇനിയും വേറെ പറയാം, അതിന് ഞാൻ മുതിരുന്നില്ല. ഈ കോവിഡ് കാലത്ത് പോലും നമുക്ക് എങ്ങനെയാണ് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരിൽ ഇത്ര ചുരുങ്ങുവാനും വിദ്വേഷത്തിന്റെയും പകയുടെയും സംസ്കാരം പുറത്തെടുക്കുവാനും കഴിയുക? പ്രളയകാലത്ത് നാം തിരിച്ചുപിടിച്ച മാനവികത നാം വീണ്ടും വിട്ടുകളയുകയാണോ? മതമല്ല, മനുഷ്യനാണ്, മനുഷ്യത്വമാണ് വലുത്. ഈ പാഠം നാം ഒരിക്കലും മറക്കരുത്. നമ്മുടെ മുഖമുദ്രയായ മാനവികതയും മതസൗഹാർദ്ദവും കണ്ണിലെ കൃഷ്ണമണി പോലെ നമുക്കിനിയുള്ള കാലത്തും കാത്ത് പരിപാലിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.